ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ മലയാള മനോരമയുടെ കുടുംബത്തിൽ നിന്നും കൃത്യമായ പണം ബി.ജെ.പിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ പ്രമുഖ ടയർ കമ്പനിയായ MRFന്റെ ഭൂരിഭാഗം ഇലക്ട്രൽ ബോണ്ടുകളും നൽകിയിരിക്കുന്നത് ബി.ജെ.പിക്കാണ്. 6 ബോണ്ടുകളിലൂടെ 15 ലക്ഷം രൂപയാണ് ബി.ജെ.പിക്ക് നൽകിയതായി SBI പുറത്തുവിട്ടുള്ള രേഖകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ MRF എന്ന് പറയുന്നത് മലയാള മനോരമ കുടുംബത്തിൻ്റെതാണ്. ആദ്യ ബോണ്ടായി 10 ലക്ഷം രൂപ 2019 മെയ്യിൽ ബി.ജെ.പിക്ക് MRF നൽകിയെന്നാണ് കണക്കുകൾ പറയുന്നത്. അതേ വർഷം തന്നെ 1 ലക്ഷത്തിന്റെ 5 ബോണ്ടുകളും MRF നൽകിയിട്ടുണ്ട് എന്ന കണക്കിൽ ഇതിൽ വ്യക്തമാണ്. കമ്പനിയുടെ ആസ്ഥാനമായ തമിഴ്നാട്ടിലോ കമ്പനിയുടെ ഉടമകളുടെ തട്ടകമായ കേരളത്തിലോ സ്വാധീനമില്ലാഞ്ഞിട്ട് പോലും ബി.ജെ.പിക്ക് എന്തിന് പണം നൽകി എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. അതിനൊപ്പം തന്നെ ഈ ബി.ജെ.പിക്ക് രഹസ്യ സംഭാവനകൾ നൽകിയിരിക്കുന്നത് ഈ ടയർ കുത്തകര കമ്പനികൾക്ക് ലഭിച്ച സഹായത്തിന്റെ ഉപകാര സ്മരണയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന റബ്ബർ വാങ്ങാതെ പുറത്തുനിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യുകയും അതിലൂടെ വമ്പൻ ലാഭമാണ് നമ്മുടെ ഇന്ത്യയിലെ ടയർ കമ്പനികളെല്ലാം ഉണ്ടാക്കിയത്. അത് പിന്നീട് വലിയ കോടതി വിധിയിലൊക്കെ പോയെങ്കിൽ പോലും ഇതുവരെ കോടതി പറഞ്ഞ തുക ഫൈനൊന്നും ഇവർ അടച്ചിട്ടില്ല. അപ്പോൾ ഈ റബ്ബറിന്റെ ഇറക്കുമതി കേന്ദ്രം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുന്നത് ടയർ മുതലാളിമാർക്കാണ്. അതിൽ ഭാഗം പറ്റുന്ന ഒരാളാണ് MRF ടയേഴ്സ്. അപ്പോൾ അതുകൊണ്ട് അവർക്കുണ്ടായ നേട്ടം, ആ നേട്ടത്തിൽ ഒരു വിഹിതമാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് നൽകിയിരിക്കുന്നത്. ഈ കോടതി 1000 കോടി രൂപയിലധികം ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുപോലെ ചെയ്തിട്ടില്ല. അതിന്റെ പിന്നിൽ പോലും ബി.ജെ.പി സർക്കാർ ഭരിക്കുന്ന കാലത്തോളം തങ്ങൾക്ക് പേടിക്കേണ്ടതില്ല എന്ന MRFന്റെ വിലയിരുത്തൽ തന്നെയാണ് എന്ന കാര്യം സംശയമില്ല. അതിന്റെ ഉപകാര സ്മരണയാണ് 15 ലക്ഷം രൂപയോളം ബോണ്ട് ഇനത്തിൽ ബി.ജെ.പിക്ക് കൊടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലുള്ള ഈ ഒരു സ്ഥാപനത്തിന് അവിടുത്തെ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ബി.ജെ.പിക്ക് അവിടെ സ്വാധീനമില്ല. ഇനി കേരളത്തിൽ വേരുറപ്പുള്ളൊരു പ്രസ്ഥാനം കൂടിയാണ് മലയാള മനോരമ. അപ്പോൾ അവർക്ക് ഇവിടെയും ബി.ജെ.പിക്ക് സ്വാധീനമില്ല. എന്നിട്ട് പോലും കൃത്യമായി ബി.ജെ.പിക്ക് പണം കൊടുക്കാൻ മുന്നിൽ അവർ വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ടയർ കമ്പനികളെ സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് എന്ന കാര്യം സംശയമില്ല. ടയർ കമ്പനികളെ സഹായിക്കുകയും റബ്ബർ കർഷകർക്ക് ഉപദ്രവമായ നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി എടുത്തുകൊണ്ടിരിക്കുന്നത്. റബ്ബറിന് വില കിട്ടാതെ കർഷകർ വലയുമ്പോഴും ടയർ കമ്പനികളുടെ ലാഭം വല്ലാതെ ഉയരുന്നുണ്ട്. കാരണം അതിന്റെ അർത്ഥം ഇറക്കുമതി റബ്ബർ വലിയ രീതിയിലൂടെ കൂടി വരുന്നുണ്ട്. നമ്മുടെ സാധാരണ കർഷകർക്ക് വില ലഭിക്കാതെ അവർ ഈ റബ്ബർ മേഖലയിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ട്. ഇറക്കുമതി റബ്ബറിന്റെ അളവ് കൂടിയതോടെ നമ്മുടെ കർഷകർക്ക് കിട്ടേണ്ട പണമാണ് ഇപ്പോൾ ഈ ബഹിരാഷ്ട്ര കുത്തക കമ്പനികളായ MRF അടക്കമുള്ള മറ്റുള്ളവരും വീതം വെച്ച് എടുക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം റബ്ബർ ഇറക്കുമതി തീരുവ കൂട്ടാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. റബ്ബറിന്റെ വിലയില്ലായ്മ ഇടിന് അനുപാതമായി ടയറിന്റെയും വില കുറയുന്നില്ല എന്നുള്ളതും ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പുറത്തു നിന്നാണ് റബ്ബർ ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് പോലും അത്രയും സുലഭമായി കിട്ടിയിട്ട് പോലും പക്ഷേ റബ്ബറിന്റെ വില ഇവർ കുറയ്ക്കാൻ തയ്യാറാകാത്തതാണ് കോടതി തന്നെ ഇതിനു മുമ്പ് ചോദ്യം ചെയ്തിരുന്നത്. തങ്ങളുടെ റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നത്തിന് കൃത്രിമമായി വിലക്കയറ്റം സൃഷ്ടിച്ചതിനെതിരെ MRFന് 622 കോടി രൂപയുടെ ഫൈൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയിട്ടിരുന്നു. അപ്പോളോയ്ക്ക് 425 കോടി, സിയറ്റിന് 252 കോടി, JK ടയേഴ്സിന് 309 കോടി, ബിർളയ്ക്ക് 178 കോടി, ആത്മാ സംഘടനയ്ക്ക്, അതായത് ഈ പറയുന്ന ടയർ അസോസിയേഷൻ്റെ ഒരു സംഘടനയുണ്ട്, അവർക്ക് വേണ്ടി അവരുടെ സംഘടനയ്ക്ക് 60 ലക്ഷം രൂപയാണ് CCIP എന്ന് പറയുന്ന ഒരു കോടതി, നമ്മുടെ നാട്ടിലുള്ള കോടതിയാണ് ആ കോടതി പിഴയിട്ടത്. ആ പണം ഇതുവരെ അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന പോലെ ഈ ടയർ കമ്പനികൾക്ക് ഇത്രയും നാളും ഇങ്ങനെ തഴച്ചു വളരാനും ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ കർഷകരെ അടക്കം, റബ്ബർ കർഷകരെ അടക്കം വെള്ളം കുടിപ്പിക്കാനും അവരെ തെരുവിലേക്ക് തള്ളിയിടാനും സഹായിച്ച കമ്പനികളിൽ ഒന്ന് തന്നെയാണിത്. അപ്പോൾ അവർക്ക് കേന്ദ്രത്തോട് നന്ദി കാണിക്കണം. അതുകൊണ്ടാണ് 6 ബോണ്ടുകളായി 15 ലക്ഷം രൂപ MRF ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറയണം. റബ്ബർ കർഷകരെ ചൂഷണം ചെയ്ത് വൻതോതിൽ ലാഭമുണ്ടാക്കിയെന്നായിരുന്നു കമ്മീഷൻ എന്ന് ആ കോടതിയുടെ കണ്ടെത്തൽ അന്ന് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയത് MRFുമായി ബന്ധമുള്ള കടലാസ് കമ്പനിയാണെന്ന ആക്ഷേപമുണ്ട്. ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നേയുള്ളൂ. എന്തായാലും MRF ഫൗണ്ടേഷനും കൃത്യമായി പറഞ്ഞാൽ മലയാള മനോരമ കുടുംബവും കൃത്യമായി പണം കൈമാറി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും CPMന്റെ ആ ഒരു നിയമ പോരാട്ടം കൊണ്ട് എത്തിച്ചിരിക്കുന്നത് പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴുന്ന രീതിയിലേക്കാണ്. MRFന് വേണ്ടി MRF പണം കൊടുക്കുന്നതിൽ സ്വാഭാവികമായും അത് എത്തി നിൽക്കുക മലയാള മനോരമ എന്ന സ്ഥാപനത്തിലേക്കായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കൃത്യമായി കിട്ടുന്ന പണത്തിന് ഉപകാര സ്മരണ കൃത്യമായി മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ തന്നെ MRF ഫൗണ്ടേഷൻ എത്തിച്ചിട്ടുണ്ട്. 600 കോടി രൂപയിലധികം ഫൈൻ അടയ്ക്കേണ്ടത് അത് അടച്ചിട്ടില്ല. പകരം ഇവിടെ ബോണ്ടുകൾ വാങ്ങി ബി.ജെ.പിക്ക് പണം കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയമില്ല. ഇവിടെ കർഷകരെ ഒരുപോലെ നടുവൊടിക്കുന്നുണ്ട്. ഒപ്പം ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താനാണ് ഇറക്കുമതി ചെയ്യുന്നവർ പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ഉപയോഗവും ഈ ടയർ വാങ്ങുന്ന ഉപഭോക്താവിന് കിട്ടാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ വലിയ ഫൈൻ വന്നിട്ട് പോലും അത് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബി.ജെ.പിക്ക് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈമാറിയിരിക്കുന്ന സംശയമില്ല. എന്തായാലും ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കർഷകരെ വഞ്ചിക്കുന്നവർക്കൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് MRF ടയർ കമ്പനി പോയിരിക്കുന്നത്. അതേ അവസ്ഥ, അതേ മനോഭാവം തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.